മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനെയും മഹിയെയും അപകടത്തിൽപ്പെടുത്താനായിട്ട് ലോറിയുമായിട്ട് പാഞ്ഞ പ്രതാപൻ്റെ അടുത്ത് കണ്ണൻ്റെ അച്ഛൻ വരുന്നത് കണ്ട് പ്രതാപനാണെങ്കിൽ അലറി വിളിച്ചുകൊണ്ട് തന്നെ ലോറിയിൽ നിന്നും എടുത്ത് ചാടി ഓടുന്നുണ്ട്. അതേസമയം കണ്ണൻ്റെ അച്ഛനാണെങ്കിൽ പിറകെ പോകുന്നുമുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് പ്രതാപനെ അപകടപ്പെടുത്തുന്നുണ്ട്. അതേസമയം പ്രതാപനാണെങ്കിൽ കൊക്കയിലോട്ട് വീണ് അപകടം സംഭവിക്കുന്നുമുണ്ട്. പിന്നീട് പ്രതാപൻ്റെ വരവിനായിട്ട് കാത്തിരിക്കുന്ന മുത്തശ്ശിയും കരുണയും കാണിക്കുന്നു. അങ്ങനെ മുത്തശ്ശിയും കരുണയും കൂടെ പറയുന്നുണ്ട്, പ്രതാപനെ ഇത്ര നേരമായിട്ടും കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, ഞാനൊന്ന് വിളിച്ചു നോക്കാമെന്ന് പറയുന്നു. മോള് വിളിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ അകത്തോട്ട് പോവുകയാണ്. കൃത്യം നടത്തിക്കഴിഞ്ഞാൽ കരുണയുടെ അച്ഛനെയാണെങ്കിൽ ജയിലിൽ കൊണ്ടുപോയതിന് ശേഷം പിന്നെ അയാളുടെ ബിസിനസ്സുകളും കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് ഞാനായിരിക്കും. പിന്നെ കമലേശ്വരം ഗ്രൂപ്പും എൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങും. അന്നേരം എനിക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് തന്നെ ചെയ്യാൻ പറ്റുമെന്നെല്ലാം ഉണ്ണി പറയുന്നത് കേട്ട് സന്തോഷം കൊണ്ട് മതിമറന്ന് ദുർഗ പറയുന്നുണ്ട്, മോനെ ഇത് വെറും ലോട്ടറിയല്ല, ഒരു ബമ്പർ ലോട്ടറിയാണ് എന്നെല്ലാം പറയുന്നുണ്ട് ദുർഗ. അതേസമയം അങ്ങോട്ടേക്ക് കണ്ണനും മഹിയും തിരിച്ചു വരുന്നത് കണ്ട് ഉണ്ണിയും ദുർഗയും ആകെ ഷോക്കാകുന്നു. പ്രതാപനാണെങ്കിൽ നടത്താമെന്ന് പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് ഉണ്ണിക്കും പിന്നെ ദുർഗയ്ക്കും അവിടെ അപ്പോൾ തന്നെ മനസ്സിലാകുകയാണ്. പിന്നീട് അച്ഛൻ്റെ വിളിയൊന്നും വന്നില്ലല്ലോ, ഇനി പഴയതുപോലെ എല്ലാം സംഭവിച്ചിട്ടുണ്ടായിരിക്കുമോ എന്നെല്ലാം മുത്തശ്ശിയോട് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, മോൾ അതൊന്നും പേടിക്കണ്ട, അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും ഒന്നും സംഭവിക്കില്ല, അതുകൊണ്ട് അവൻ വരിക തന്നെ ചെയ്യും, നീ സമാധാനമായിട്ടിരിക്കുന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണയെ സമാധാനിപ്പിക്കുന്നു. അതേസമയം അങ്ങോട്ടേക്ക് ഉണ്ണി വിളിക്കുന്നു. ഉണ്ണിയുടെ വിളി കേൾക്കുമ്പോഴേക്ക് സന്തോഷത്തോടു കൂടി തന്നെ കരുണ ഫോൺ എടുക്കുന്ന ഉണ്ണി പറയുന്നുണ്ട്, നിൻ്റെ അച്ഛനൊരു മണ്ടനാണ്, ഒന്നും ചെയ്യാൻ കഴിയില്ല, അവർ രണ്ടുപേരും തിരിച്ചുകൂടെ എത്തിയിട്ടുണ്ടെന്ന് പറയുന്നതും കരുണ ഇത് കേട്ട് ഞെട്ടിത്തെറിച്ച് പോകുന്നുണ്ട്. ഇത്രയും നേരെയായിട്ടും പ്രതാപൻ എന്താണ് വന്നില്ലല്ലോ എന്നാലും മുത്തശ്ശി ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് കരുണയാണെങ്കിൽ അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. മുത്തശ്ശി ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ ആകെ ഭയപ്പെടുന്നു. എന്താണെന്നറിയില്ല, നമ്മളോട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് എത്താനാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയാണ്. പ്രതാപൻ ഹോസ്പിറ്റലിലാണെന്നറിയുന്ന മുത്തശ്ശിക്കാണെങ്കിൽ ആകെ സങ്കടമാകുന്നുണ്ട്. മുത്തശ്ശി അങ്ങനെ ഭയങ്കര കരച്ചിലോടുകൂടി തന്നെ കരുണയോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നു. അങ്ങനെ കരുണയും മുത്തശ്ശിയും കൂടെ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. അങ്ങനെ പ്രതാപനെ അവിടെ വെച്ച് കാണുമ്പോൾ പ്രതാപൻ്റെ രണ്ട് കാലുകളും മുടിഞ്ഞ് ഒരു അവശ നിലയിലായിട്ട് തന്നെ പ്രതാപൻ കിടക്കുന്നതാണ് അവർ രണ്ടുപേരും കാണുന്നത്. അങ്ങനെ പ്രതാപനെ കാണുന്നതും അവർ രണ്ടുപേരും വാവിട്ട് കരയുന്നുണ്ട്. മോനെ നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ വളരെയേറെ വിഷമിക്കുന്നുണ്ട്. അച്ഛൻ എന്താണ് പറ്റിയതെന്ന് കരുണയും ചോദിക്കുന്നുണ്ട്. ഒന്നും പറയണ്ട, ഇന്നലെ നടന്ന സംഭവങ്ങളെല്ലാം ആലോചിക്കുമ്പോൾ എൻ്റെ കൈയും കാലും വിറയ്ക്കുകയാണ്. കാരണം കണ്ണൻ്റെ അച്ഛനാണ് ഇന്നലെ എൻ്റെ കൂടെ ലോറിയിലുണ്ടായിരുന്നത്. അവരെ കൊല്ലാനായിട്ട് ഞാൻ പാഞ്ഞു പോകുന്ന സമയത്ത് കണ്ണൻ്റെ അച്ഛനാണെങ്കിൽ എൻ്റെ ലോറിയിൽ കയറിയിരുന്ന് അയാൾ എന്നെ ഭയപ്പെടുത്താൻ ശ്രമിച്ചു. അവസാനം ഞാൻ ലോറി ഇട്ടിട്ട് ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എന്നെല്ലാം പറയുകയാണ്. പിന്നെ ഓർമ്മ വരുമ്പോൾ ഞാൻ ഈ ഹോസ്പിറ്റലിലാണ് കിടക്കുന്നതെന്ന് പറയുന്നുണ്ട്. നീ എന്താണ് പ്രതാപ ഈ പറയുന്നതെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ, അതേ അമ്മേ, ആ കണ്ണൻ്റെ അച്ഛൻ എൻ്റെ കൂടെ തന്നെയുണ്ട്. അയാളാണെങ്കിൽ എന്നെ വിട്ട് പോകുന്ന ഒരു പ്രശ്നമില്ലെന്ന് തോന്നുന്നു. അയാളാണെങ്കിൽ എന്നെ കൊണ്ട് എല്ലാ സത്യങ്ങളും പറയിപ്പിക്കാനാണ് പോകുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ സത്യങ്ങളെല്ലാം കണ്ണൻ അറിയണം, അല്ലാതെ എനിക്കൊരു സ്വസ്ഥതയും സമാധാനവും കിട്ടില്ല. അയാളുടെ പ്രേതമാണെങ്കിൽ എൻ്റെ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുകയില്ല എന്നെല്ലാം പ്രതാപം പറയുന്നത് കേട്ട് രണ്ടുപേരും ഞെട്ടിത്തെറിച്ച് പോകുന്നുണ്ട്. സത്യങ്ങളെല്ലാം തന്നെ പുറത്തു പറഞ്ഞാൽ നിൻ്റെ മോളുടെ ഗതി എന്താവുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ പ്രതാപ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ, എനിക്ക് അതൊന്നും അറിയേണ്ട അമ്മ, എത്രയും പെട്ടെന്ന് തന്നെ ഈ സത്യങ്ങളെല്ലാം തന്നെ കണ്ണനോട് പറയണം, എന്നാൽ മാത്രമേ എനിക്ക് സമാധാനമായിട്ട് ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പ്രതാപനാണെങ്കിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പിറകിൽ ആ വാമദേവനാണെന്നുള്ള കാര്യം കൂടെ പ്രതാപൻ പറയുന്നത് കേട്ട് ഈ ഞെട്ടിത്തെറിച്ച് പോവുകയാണ് മുത്തശ്ശിയും കരുണയുമെല്ലാം. എന്താണ് വാമദേവൻ നിന്നോട് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, ആ വാമദേവൻ എന്താണ് ചെയ്തതെന്നോ, അയാൾ പറഞ്ഞ കൊട്ടേഷൻ അനുസരിച്ചിട്ടാണ് ഞാൻ കണ്ണൻ്റെ അച്ഛനെ കൊല്ലാനായിട്ട് പോയതും കൊന്നതും. ഇപ്പോൾ തന്നെ ഇവരെ രണ്ടുപേരെയും കൊല്ലാനായിട്ട് പോയതും അയാളുടെ ഉപദേശം കേട്ടുകൊണ്ടാണ്. അതുകൊണ്ട് അയാളാണ് ഇതിൻ്റെ എല്ലാം പിറകിൽ നിന്നെല്ലാം പറയുന്നത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോവുകയാണ്. അച്ഛാ, ഈ കാര്യം അറിഞ്ഞാൽ ഉണ്ണിയേട്ടൻ എന്നെ ഉപേക്ഷിക്കില്ലേ, അതുകൊണ്ട് എൻ്റെ ജീവിതമല്ലേ നശിച്ചു പോകുന്നതെന്നെല്ലാം കരുണ പറയുന്നത് കേട്ട് പ്രതാപൻ പറയുന്നുണ്ട്, മോളെ അതൊന്നും ഇപ്പോൾ ആലോചിക്കേണ്ട, എത്രയും പെട്ടെന്ന് കണ്ണൻ്റെയും ഉണ്ണിയുടെയും അടുത്ത് ഈ കാര്യങ്ങളെല്ലാം തന്നെ അറിയിക്കണം, എന്നാൽ മാത്രമേ എനിക്കിനി ഒരു സമാധാനമുള്ളൂ എന്നെല്ലാം പ്രതാപൻ പറയുന്നത് കേട്ട് കരുണ ഒരു കാര്യം ഉറപ്പിക്കുന്നുണ്ട്. കരുണ നേരെ വാമദേവനെ കാണാനായിട്ട് വാമദേവൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. അങ്ങനെ കരുണയെ കാണുന്നത് വാമദേവൻ വളരെ സന്തോഷത്തോടു കൂടി, എന്താ മോളെ എന്നെ കാണണമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ
നിങ്ങളെ കാണേണ്ട ഒരു അത്യാവശ്യ കാര്യം എനിക്കുണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ എനിക്ക് കാണണമെന്ന് പറഞ്ഞതെന്ന് പറയുമ്പോൾ വാമദേവന് ചെറുതായിട്ട് എന്തോ ഒരു സംശയം ഉണ്ടാകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ് വന്നത്. അച്ഛനാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ കൊട്ടേഷൻ അനുസരിച്ചിട്ടാണ് അച്ഛൻ ഉണ്ണിയേട്ടൻ്റെയും കണ്ണേട്ടൻ്റെയും അച്ഛനെ കൊന്നതും അതുപോലെ തന്നെ ഇപ്പോൾ മഹാലക്ഷ്മിയെയും കണ്ണനെയും കൊല്ലാനായിട്ടും നിങ്ങൾ തന്നെയാണ് കൊട്ടേഷൻ കൊടുത്തതെന്ന് അച്ഛൻ പറഞ്ഞത് കേട്ട് എനിക്കെല്ലാ കാര്യങ്ങളും മനസ്സിലായി. നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളുടെ പെങ്ങളുടെ ഭർത്താവിനെയല്ലേ നിങ്ങൾ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്തത്? ഇതെല്ലാം കേൾക്കുന്ന വാമദേവൻ പറയുന്നുണ്ട്, മോളെ അവൻ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നതാണ്, അങ്ങനെയൊന്നും നടന്നിട്ടില്ല. അവൻ്റെ ലോറി തട്ടിയാണ് മരിച്ചത്, അത് സത്യം തന്നെയാണ്. പക്ഷേ ഞാനല്ല അതൊന്നും ചെയ്യിപ്പിച്ചത്. അത് യാദൃച്ഛികമായിട്ട് നടന്ന ഒരു ആക്സിഡൻറ്റ് മാത്രമാണ്, അല്ലാതെ ഞങ്ങൾ ആരും ഉൾപ്പെട്ടിട്ടുള്ള ഒരു കേസല്ല എന്നെല്ലാം വാമദേവൻ പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കേട്ടിട്ടും കരുണയാണെങ്കിൽ തന്നെ വിടാനായിട്ട് യാതൊരു ഒരുക്കവുമില്ല എന്ന് വാമദേവന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ കരുണയെ എത്രയും പെട്ടെന്ന് വകവരുത്തണമെന്ന് വാമദേവൻ്റെ മനസ്സിൽ ഉദിക്കുന്നു. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.